ഫ്യൂച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിലാണ് സാറിനെ നമ്മളൊരു കുറച്ച് പ്രായമുള്ള ആളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു മെറ്റാനസ് കീപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പെട്രോൾ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്ററി യുഗത്തിൽ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളായിട്ട് കാണിക്കാൻ മറ്റൊരു പെട്രോൾ ഹെഡ് ഇല്ല നമ്മളുടെ ഈ പോപ്പുലർ കൺസെപ്റ്റ്. ഉള്ളി ഗണേശ് സാറാണ്. സാറിനുള്ള വണ്ടിയുടെ കമ്പം ഗ്യാഡ്ജറ്റിനുള്ള കമ്പം നോക്കൽ അറിയാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്. എന്നെ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വിടും പഴയ മറ്റേ 50കളിൽ ട്രേപ്പ് റെക്കോർഡറൊക്കെ വാങ്ങാനായിട്ടൊക്കെ. അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് മേടിച്ചെന്ന് കഴിഞ്ഞാൽ മറ്റേ സയൻറ്റിസ്റ്റിൻ്റെ റൂം പോലെ ഇരിക്കും. കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ തന്നെ കൊട്ടാരക്കലുള്ള ടോണി സ്റ്റാർക്ക് വിളിക്കാറ്. സാറിനെ ആ ഒരു വിസ്കിഡായിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പം നമ്മൾ ഈ കരുതുന്ന ഈ പൊളിറ്റിക്കൽ മെയിൻ ഫ്രെയിമിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വളരെ ടെക്നോളജിയിലൊക്കെ വളരെ എനിക്കറിയില്ല. എൻ്റെ ഇപ്പം മെറ്റാനസ് ഇപ്പം ഗണേശ് സാറിനെ വിളിക്കുമ്പോൾ ഞാനും കൃഷ്ണദേവൻ അങ്ങോട്ട് പോയപ്പം സാറ് ആവാസ് യുഗത്തിനെ പറ്റിയിട്ട് കൃഷ്ണദേവനോട് ഇങ്ങനെ ഭയങ്കര വാചകനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കൃഷ്ണദേവൻ മറ്റേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു സാധനമാണെന്ന് ഞാൻ കൃഷ്ണദേവനോട് പറയുകയായിരുന്നു. ബിക്കോസ് കുറച്ചെടുക്കുമ്പോഴേ ആ ഒരു സൈഡിലത്തെ സാറിൻ്റെ നേർഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു ബിസ്കിറ്റ് പരിപാടി മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു. താങ്ക് യു. ഇപ്പോൾ ഗണേശ സാറിന് പ്രസന്റ് ചെയ്തിട്ടുള്ള വിധം തന്നെയായിരുന്നു. ഒരു 90s കിട്ട് ഒരു വസന്തമായ എങ്ങനെ ഉണ്ടാവും, ഒരു 40കളിൽ 50കളിൽ എങ്ങനെയൊക്കെ അയാൾ ജീവിക്കുക, ആ രീതിയിലാണല്ലോ അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിലാണെങ്കിൽ അങ്ങനെ കുറേ റെഫറൻസുകളുണ്ട്. നമ്മുടെ സിനിമയിൽ എന്ന് പറയുന്ന നമ്മൾ വലിയ എക്സ്പെക്ടേഷനോട് പോവുകയും എന്നാൽ വലിയ രീതിയിൽ കൂപ്പുകുത്തുകയും ചെയ്ത സിനിമകളുടെ റെഫറൻസുകളുണ്ട്. നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്തത് അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായിരുന്നോ, ആ ഒരു കാര്യം ഒന്ന് പറയാം. നമ്മളിത് ആദ്യം പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് അക്രഡീഷൻ, നമുക്ക് ISI മാർക്ക് കിട്ടുക എന്ന് പറയുന്ന പോലെ ഗണേശ് സാറിന് മനസ്സിലാകുന്ന ആദ്യത്തെ ISI മാർക്ക് വളർത്തുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ഇറ്റ്സ് ഗോ, നമുക്ക് ചെയ്യാന്നുള്ളൊരു സാധനം കിട്ടി. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാവുമല്ലോ. ഇത്ര ആൾ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഇത്ര വയസ്സായിട്ടുള്ള ഒരാളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമ്മൾ സോക്കോൾഡ് ഇന്ന് റെഡിറ്റിലൊക്കെ ആവശ്യമില്ലാത്ത ആൾക്കാരുടെയൊക്കെ കമന്റ് ഞാൻ കണ്ടു. ആരോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസന്തങ്ങൾക്ക് മനസ്സിലാവില്ല അതിനെ പോലെന്നൊക്കെ. നമ്മളെ വസന്തമായിട്ട് നമ്മൾ സെൽഫ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഫിൽട്രേഷൻ തോന്നുന്നു. നമുക്ക് നല്ല കണ്ടന്റ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വസന്തമൊന്നും അങ്ങനെയൊന്നും ടേം ചെയ്യേണ്ട ആവശ്യമില്ല എന്നും എനിക്ക് തോന്നുന്നു. അപ്പം ഒരു വസന്തം അല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്യുക എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഒരു ആൻസർ എന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റിൽ ഒരു പ്രത്യേകത, സാധാരണ സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഇരുന്ന് തള്ളുന്നതിനാണ്. ഇത് ഭയങ്കരമായിരിക്കും, ഗംഭീരമായിരിക്കും, പക്ഷേ ഇത് കൊള്ളാം എന്ന് ധാരാളം റിവ്യൂ വരികയും കണ്ടിറങ്ങുന്നവർ വളരെ സന്തോഷത്തോടെ അതിനെ നന്നായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും പക്ഷേ സത്യമല്ല. അങ്ങനെ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ വെറുതെ ഇരുന്ന് തള്ളുന്നത്. ഞാൻ ചില സിനിമയൊക്കെ തോന്നി തള്ളു കേട്ടിട്ട് കാണാൻ പോയിട്ടുണ്ട്, വളരെ ദുഃഖിതനായിട്ടുണ്ട് അവസാനം. ഞാൻ ചില സിനിമയെ കാണുമ്പോൾ തോന്നി ഈ തള്ളു കേൾക്കുമ്പോൾ എനിക്ക് തോന്നി ദൈവമേ ഞാനും ഒരു നടനായിരുന്നല്ലോ, എന്നെയും ഇതിനകത്തൊന്ന് വിളിച്ചിരുന്നത് എന്ത് നന്നായിരുന്നു. പക്ഷേ പിന്നെ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നി വിളിക്കാത്തത് നന്നായി എനിക്ക് തോന്നാറുണ്ട്, തുറന്നു പറയാം. അതിൻ്റെ ഒരു നമ്മളെന്താ ഒരു ഡിഫറൻറ്റ് സിനിമ. നമ്മൾ അന്ന് വരെ അറിയാത്ത ഈ സിനിമയിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ അന്ന് വരെ ലോകം അന്ന് വരെ അറിയാത്തൊരു സാധനമുണ്ട്, ലോക്ക്ഡൗൺ ചെയ്തകത്തിരിക്കുക. അതിനെ ബേസ് ചെയ്തൊരു മലയാള സിനിമയും വന്നിട്ടില്ല അല്ലേ. ലോക്ക്ഡൗൺ ചെയ്തകത്തിരിക്കുക എന്നുള്ളത് ആ ലോക്ക്ഡൗണിൻ്റെ മറ്റൊരു മുഖമാണ്. കൊറോണ വന്ന് ലോക്ക്ഡൗൺ ചെയ്തതുപോലെ മറ്റൊരു കാര്യത്താൽ ലോക്ക്ഡൗൺ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരവസ്ഥ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷത്തോളം നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരുന്ന 1.5 വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലേ. ലോക്ക്ഡൗൺ കഴിഞ്ഞാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നതല്ല, കഥ കുറച്ച് മുമ്പേ പറയുന്നത്. ഈ കഥ പറഞ്ഞതിന് ശേഷമാണ് ലോക്ക്ഡൗൺ വരുന്നത് അല്ലേ. നമ്മൾ എൻ്റെ ഓഫീസിൽ വന്ന് ഞാനിങ്ങനെ മേശേൻ്റെ അപ്പുറം ഇരിക്കും. അപ്പോൾ ഒരു കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളതാണ്. ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൗൺ ഒന്നും ഉണ്ടല്ല. ഒരു പ്രശ്നം കൊണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അത് കഴിഞ്ഞാണ് കോവിഡ് വരുന്നത്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത്. ശരിക്കും ആ കഥ കേട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടി. അത് നല്ലൊരു കാര്യമാണ്. അജിത്ത് അതിനൊക്കെ വളരെ താല്പര്യത്തോടെ നിൽക്കുകയും നല്ലൊരു പ്രൊഡ്യൂസർ എന്നുള്ള പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ശിവൻ്റെ കൂടെ കഥ എഴുതിയാണെന്ന് പറയും. ഈ സിനിമയുടെ റൈറ്റിങ്ങിനകത്ത് പോയിട്ടുള്ള ഒരു വിധമുണ്ടല്ലോ, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ വളരെ ടെക്നിക്കലി അല്ലെങ്കിൽ തിയററ്റിക്കലി ഒക്കെ കുറച്ച് ഹെഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. തിയറീസ്, ഏലിയൻസിന്റെ തിയറീസ് ആയാലും പൂച്ച റെഫറൻസ് ആയാലും ഒക്കെ കുറച്ച് കോൺസ്പിറസി തിയറീസ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള. പക്ഷേ നിങ്ങൾ അതിനെ ഏറ്റവും ലോക്കലി ഗ്രൗണ്ടഡ് ആക്കി, റൂട്ടഡ് ആക്കി, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയുന്ന സിനിമ റെഫറൻസുകളൊക്കെ വെച്ചിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ എത്ര ഡ്രാഫ്റ്റുകൾ പോയിട്ടുണ്ട് ആ എഴുത്തിലേക്ക്, എത്ര ഇൻഡെപ്ത് അത് സാധാരണക്കാരന് മനസ്സിലാവണം. എന്നാൽ ഈ പറഞ്ഞ കോൺസ്പിറസി തിയറി ഒക്കെ അരച്ച് ഇലക്കി കുടിച്ച കൃഷ്ണനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവണം. അങ്ങനെ ഒരു ഇതിൽ
കോൺസ്പിറസി തിയറിയുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിപ്പം ഡെയിലി കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ ചന്തു ചേട്ടനും ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ് ഇപ്പം നാസയിൽ ഈ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ ഒരു സീനിൽ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം വരുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഇതങ്ങ് ഉൾപ്പെട്ട് പോവുകയാണ്. നമ്മളത് എഴുതുമ്പോൾ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നത് തന്നെയാണത്. പിന്നെ ഇതിൻ്റെ മെയിൻ റൈറ്റിംഗ് ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ട് പോലെ ഒരു മോക്യുമെൻ്ററി എന്നുള്ളൊരു ഫോർമാറ്റാണ്. ഇപ്പോൾ ഈ ഓഫീസ് പോലത്തെ TV സീരീസുകളിലൊക്കെ അതായത് കഥാപാത്രങ്ങൾ ക്യാമറയെ നോക്കി ഒരു കമൻട്രി കൊടുക്കുന്ന പോലത്തെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ അത് സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോഴും അത് മലയാളം ഡയലോഗ്സ് എഴുതുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമായിരുന്നു. ഈ ഫ്യൂച്ചറിസ്റ്റിക് ആസ്പെക്റ്റുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് അദ്ദേഹം ഭയങ്കര ഒരു സ്പേസിൻ്റെ വലിയൊരു ഫാനാണ്. ഭയങ്കര സ്പേസ് സൈഫൈ ടെക്നോളജി, ഞാനും അതെ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു സിങ്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ പടം കണ്ടതിന് ശേഷം സുരേഷ് ഏട്ടൻ പറഞ്ഞു ഗണേഷ് പൊളിച്ചു എന്നൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം സുരേഷ് ഏട്ടൻ ഗണേശേട്ടൻ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ഈ പടം കണ്ടതിന് ശേഷം എന്തെങ്കിലും? സുരേഷ് വീട്ടിൽ വെച്ച പടം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വിളിച്ചു നീ നന്നായിരുന്നു. ഞാനത് പറഞ്ഞു, അവരടുത്ത് പറഞ്ഞു. അപ്പം സായിയും ഗോകുലൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് ഫോണിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു നീ ആ പടത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു. അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഞാനത് അങ്ങനെ പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊരു കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ്. ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ ഏറ്റവും വലിയൊരു വൈബ് ഉണ്ടാക്കിയത് അജുവാണ്. ഇന്ന് അജുവിടെ ഇല്ലാത്തൊരു വിഷമം ചെയ്യുന്നു. അജുവാണ് ഇതിൻ്റെ ഇടയിൽ നിറഞ്ഞ ആ ചെറിയ മുറയ്ക്കകത്ത് നിറഞ്ഞ എന്തൊരു ഈ വീടിൻ്റെ ഐശ്വര്യം അജു എന്ന് നമ്മൾ പറയാൻ പറയാം. അത്തരത്തിൽ ഈ വീടിൻ്റെ ഐശ്വര്യമായിട്ട് നിൽക്കുകയും ഓരോ ഞാനും ആ ബെഡിൽ കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ ഉണ്ട്. അജു വന്ന് ബഹുമാനമൊക്കെ കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ കളരിപ്പായിട്ട് വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പറഞ്ഞ ശരിയാണ് കുറേ സീനും കയ്യിലുണ്ടായിരുന്നു. ഒരു സീനുണ്ടായിരുന്നു എന്നെ വേറെ മറന്നു പോകാൻ പറ്റാത്ത രണ്ട് പേര്. ഒന്ന് മല്ലിക സുകുമാർ, മല്ലിക ചേച്ചിയാണ്. മല്ലിക ചേച്ചിയുടെ ഒരു ശബ്ദം ഞങ്ങൾ ലളിത ചേച്ചിയാണ് പണ്ട് നോക്കാൻ പോയത്. പക്ഷേ ലളിത ചേച്ചി അപ്പോഴത്തേക്കും സുഖമില്ലാതെ. പക്ഷേ മല്ലിക ചേച്ചിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഈ ഒരു സീനുണ്ടായിരുന്നു അതിൽ പറയുന്നത് ഈ അനാർക്കലിയുമായിട്ട് ഈ ഏലിയനുമായിട്ടുള്ള ഒരു സ്നേഹത്തിലെത്തും ഞാൻ. അപ്പോൾ ഇവർ പിന്നെ ഈ ഡോക്ടർ അലീന വരും ഒരു സീനിൽ വരുന്നുള്ളൂ. അത് ഈ ക്ലബ്ബിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്തിട്ട് അവന്മാരെ രണ്ടും വെളിയിലാക്കും. കഥവിൻ്റെ വെളിയിലാവും. അപ്പോൾ ഇയാളങ്ങ് ആഹാരം ഇടയില്ല വിളി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാഘവൻ മറ്റൊരു കഥാപാത്രം, രാഘവത്തിന് ശബ്ദം കൊടുത്ത ആരാണെന്ന് എനിക്കറിയില്ല, എബ്രഹാം എന്നൊരാളാണ്. വളരെ മനോഹരമാണ് രാഘവൻ. അതിലൊരു തമാശയായിട്ട് പറയുന്നുണ്ട് നാസയിൽ നിന്ന് വന്ന ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരൻ്റെ ഇന്ന് ഞാനൊരു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതാ ഇവനെ എന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ വേറെ രസകരമായൊരു പഞ്ച് തരുന്നത്. എൻ്റെ നാട്ടിൽ പത്തനാപുരത്തേക്ക് ഇപ്പോൾ ഭയങ്കര ഒരു ട്രോളുണ്ട്. എന്താണെന്നറിയാം, എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാണ് ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. ഒരാൾ ഒരു സാമാന്യ ഒരാൾ, മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു 120 കിലോ തൂക്കവും ഒരു 6 അടി പൊക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സുമുള്ള ഹാരിസ് എന്നൊരാളാണ് നോക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട് രണ്ടമ്മമാരും അത്ര ശരിയല്ല. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത് ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ ട്രോളാണ്. കാരണം തടിയൻ അവൻ എൻ്റെ ഒരു ബന്ധുവായിട്ട് വരും എന്നൊക്കെ പറയില്ലേ. ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ഓഫീസിലെ കാര്യമായിട്ട് ഇട്ടിരിക്കുകയാണ്. കാരണം ഞാൻ അവരെ പറ്റി കമൻറ്റ് പറയുന്നത് അവരൊക്കെ കുട്ടിശ്ശേരിയാണ് സന്തോഷം. അവിടെ നിന്നുള്ള നാട്ടുകാരനെ ഉണ്ടാക്കിയ ഒരു ട്രോളാണത്. അതൊരു അറിയാതെ പറഞ്ഞു പോയൊരു സാധനം. അത് കറക്റ്റായിട്ട് സിങ്ക് ചെയ്യും നാട്ടുകാർ ഇങ്ങനെ കണ്ടപ്പോൾ കോറിലേറ്റ് ചെയ്യാണ് അതിനെ. ഗണേശേട്ടാ ഇതിന് കണ്ടിന്യൂ വേറെ ചോദ്യങ്ങളെ കഴിഞ്ഞു. ഗണേശൻ ഇതെല്ലാം പോലെ പൊടിക്കും തീർത്തിട്ടങ്ങ് പോവാം. നമുക്ക് അവിടെ ഇറങ്ങുമ്പോഴത്തേക്കും വരാം. ഇവിടെ താഴെയാണ്, ദൂരെയാണ്. ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ അല്ല ഈ ഗണേശാര് വലിയൊരു ബ്രേക്ക് തന്നെയാണ്. അപ്പൊ പുതിയ മേക്കേഴ്സിനെ ഗണേശനെ അപ്രോച്ച് ചെയ്യാനും പുതിയ വേഷങ്ങൾ തരാനൊക്കെ അപ്പൊ അതിനു വേണ്ടി ഗണേശൻ എത്രത്തോളം ഓപ്പൺ ആയിരിക്കും എന്നുള്ള, കാരണം ഭയങ്കര തിരക്കുള്ള ആളാണ് ഇപ്പുറത്തെ സൈഡില്. ഞാൻ മുമ്പും മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമയാണെങ്കിൽ വെറുതെ ഒരു തല കാണിച്ചിട്ട് കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു കഥ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയിൽ ആ കഥാപാത്രത്തെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയിലുള്ള പ്രസൻസ് ഉള്ളൂ. അതൊക്കെ വെറുതെ സൈഡ് റോളെന്ന് വിചാരിച്ചാൽ മതി. നമ്മളെപ്പറ്റി പ്രസൻസ് ഉണ്ടാവണം. ഒരു കഥ ഞാനൊരു കഥ ഗോകുലിൽ പറഞ്ഞു കൊടുക്കും, സിനിമ കണ്ടിട്ട് ഒരു കഥ ഗോകുലിൽ പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ അവനോ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റാണ്, അല്ലാത്തതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് ഞാൻ അവിടെ പറഞ്ഞേക്കാം.
അങ്ങോട്ട് പോകാനൊക്കെ വിളിക്കുന്നുണ്ട്. ഈ അടുത്തൊരു സാധനം ഉണ്ട് കേട്ടോ, ഈ സിനിമ നന്നായി ഓടണം, ഓടിയാൽ നേരിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചന്തു എന്നെ കാണാൻ പോകും. അപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞ സാറേ ഞാൻ പറഞ്ഞു ഏതോ അങ്ങനെ മാറിയിരുന്ന് ഞങ്ങളുടെ കഥ പറഞ്ഞു. അതായത് ഈ സയൻസും പൊളിറ്റിക്സും കൂടെ ചേർത്തിട്ടുള്ള AI ടെക്നോളജി അല്ലേ, എന്ത് ടെക്നോളജിയാണ് പറയുന്നത്, ഡീപ്പ് ഫേക്ക് ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി, വളരെ രസകരമായൊരു കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ അജിത് വിനായകൻ പറഞ്ഞ് ഇങ്ങനൊരു കഥയുണ്ട്, പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കഥ കേൾക്കുന്നു. കാരണം പടം ഓടണം, ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു ഇത് ലേറ്റസ്റ്റ് ആയിട്ടൊരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നി. അതൊരു ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സും ഈ ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ്. ഗണേശേട്ടാ, ഇപ്പോൾ അച്ഛൻ ഗോകുലിൻ്റെ അച്ഛൻ, ഹലോ ഗോകുലിൻ്റെ അച്ഛനായ ശ്രീ സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളിൽ സാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമയിലും ഗണേശ് സാറിനെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അതിന് വലിയൊരു നിയോഗത്തിൻ്റെ ഒരു അവസാനമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വൃത്താകൃതിയിൽ വിധി പൂർണ്ണമാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ? അല്ല, ഗോകുലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനൊരു ഇപ്പോഴും അവൻ്റെ ശരീരം വളർന്നിട്ടുള്ളൂ, കുഞ്ഞുങ്ങളെ മനസ്സായിട്ട് പാവമാണ്. വെറും നമ്മളധികം പറയുമ്പോൾ നോക്കിയിരിക്കും, ഇങ്ങനെ കുഞ്ഞുങ്ങളെ കഥ കേൾക്കുന്ന പോലെ ഇരിക്കും. നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം യുവജനോത്സവം എന്ന സിനിമയിലാണ്. ഞാനതിലൊരു പോസിറ്റീവ് ക്യാരക്ടർ, സുരേഷ് ഗോപി വില്ലനായിട്ട് വരും. അന്നാണ് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ഇവനെ കൊച്ചുകാലത്ത് എനിക്കറിയാം, കുഞ്ഞിലേ അറിയാം. അപ്പോൾ അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. നല്ല സുന്ദരനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്, താടിയൊക്കെ വെച്ച് നല്ല സുന്ദരമായിട്ട് വന്നിരിക്കുന്നത്, ഒരു തൊപ്പി കാണും തലയിൽ. നല്ല രസമായിട്ട് അഭിനയിക്കുന്നു. അതുപോലെ അതുപോലെ പാപ്പൻ എന്ന സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാളെ വലിയ റോളൊന്നും ചെയ്യാനില്ലെങ്കിലും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് അവർ നല്ല ഒരു നടനാണ്. തീർച്ചയായിട്ടും ഗോകുലിനൊരു നല്ല ഇതുണ്ടാവും. അതുപോലെ അനാർക്കലി ഒരു നല്ല പെർഫോമറാണ്. പലപ്പോഴും സംസാരിക്കുക, ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയോ വാ തുറക്കാതെയോ എല്ലാ എക്സ്പീരിയൻസും, ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും എല്ലാം കാണിക്കുന്നുണ്ട്. മറ്റൊരു രസകരമായ ഈ പൂച്ചയാണ്. ഈ പൂച്ചയെ കൊണ്ടുവന്നു കേട്ടോ, നല്ല മനോഹരമായൊരു പൂച്ച. എനിക്കത് ഈ പൂച്ച എപ്പോഴും പേടിയാണ്, തൊടാൻ ഭയങ്കര ഇതാണ്. ഡോഗ്സുമായിട്ട് കുഴപ്പമില്ല, പക്ഷേ പൂച്ച ഭയങ്കര. എൻ്റെ ചന്തു പറഞ്ഞ് സാറിൻ്റെ മടിയിലൊന്ന് ഇരുത്തണം, ഞാൻ നിങ്ങളുടെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ച് പൂച്ച ചാടി ഓടിക്കണം. പൂച്ചയുടെ ഇടയ്ക്ക് തിരിഞ്ഞ് നമ്മളെ നോക്കും, ആരടാ നമ്മൾ മട്ടിൽ. ഇത് കുറേ പണിയെടുത്ത് നമ്മൾ ഈ പൂച്ച ഒന്ന് എൻ്റെ മടിയിലിരുത്താൻ. കാരണം പൂച്ചയ്ക്ക് മനസ്സിലായി ഇവനാളെ ഇരുത്ത് എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. പൂച്ച ഇറങ്ങിയൊരു പോക്ക്, എന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കി പൂച്ച ഇറങ്ങി.